ഇന്നലെ അവതരിപ്പിച്ച കേരള ബജറ്റ് വി ഡി സതീശൻ്റെ പ്രഥമ ബജറ്റ് അതിനെക്കുറിച്ച് നമുക്ക് അങ്ങോട്ട് വായിച്ചിട്ടും പറഞ്ഞിട്ടും അങ്ങോട്ട് മതിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അതേക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. വിശകലനങ്ങൾ ധാരാളം നടത്തി. ഇനി വിശകലനത്തിന് പ്രസക്തി ഒരുപാട് വിശകലനം നടത്തി. പക്ഷേ ഇന്നത്തെ പത്രങ്ങൾ, നമ്മൾ എപ്പോഴും ടെലിവിഷൻ്റെ പറഞ്ഞു കിടക്കുമ്പോൾ പത്രമാധ്യമങ്ങളുണ്ടല്ലോ, ഈ ടെലിവിഷനോടും ഈ എന്താണ് ന്യൂ മീഡിയയോടൊക്കെ തന്നെ മത്സരിച്ച് അവരും ഇപ്പം ഗ്രാഫിക്സിന്റെ കാര്യത്തിൽ അങ്ങനെ തലക്കെട്ടിന്റെ കാര്യത്തിലാണ് എങ്ങനെ ആകർഷകമാക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഇതേക്കുറിച്ചാണ് ഈ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ എങ്ങനെ പത്രങ്ങൾ ആവശ്യം വളരെ ഏറെ കാലത്തിന് ശേഷം അർമാദിക്കുകയാണ് പത്രങ്ങൾ ഈ ഒരു ബജറ്റ് വെച്ചിട്ട്. അതായത് മനോരമയുടെ തലക്കെട്ട് ഒന്നാം പേജ് അവർക്ക് പരസ്യമാണ്, അതിന് മൂന്നാം പേജാണ് നമ്മൾ മാധ്യമത്തിനും മംഗളത്തിനും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പരസ്യമാണ്. അപ്പൊ ഈ മൂന്നാം പേജാണ് അവർ ഒന്നാം പേജാക്കി കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വിഭവ സമുദ്രം എന്നാണ് അദ്ദേഹം പേര് അതിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അത് വളരെ കുറിക്കൊള്ളുന്ന ഒരു തലക്കെട്ട് തന്നെയാണ്. കാരണം ഇതാണല്ലോ സമുദ്രത്തിന്റെ എല്ലാ വിഭവങ്ങളും അതാണ് പ്രധാനമായിട്ട് വിട്ടിരിക്കുന്നത്. അതായത് മിഷൻ സമുദ്ര എന്ന് പറയുന്ന പോർട്ട് സിറ്റി, കേരളം ഒരു സിറ്റിയാക്കി ചുരുക്കിക്കൊണ്ട് അതിനെ ഒരു പോർട്ട് സിറ്റിയാക്കി ചുരുക്കുന്ന വിഭവ സമുദ്രം എന്ന് പറയുന്ന തലക്കെട്ടാണ് അവർ ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ അകത്തെ പേജിൽ സംഗതിയൊക്കെ നല്ലതാണ്, ഫ്രണ്ട് പേജൊക്കെ നല്ല ആകർഷണീയമായിട്ടൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ഉൾപേജിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം, ബജറ്റ് വൻ പദ്ധതികൾക്ക് ഉൾപ്പെടെ വിഹിതം കുറവാണ്, ബജറ്റിന് വിഹിതം കുറവാണ്, വൻ പദ്ധതികൾക്ക് സഹിതം. അപ്പോൾ പക്ഷേ എങ്ങനെ പണം എവിടുന്ന് കണ്ടെത്തും എന്നുള്ള ചോദ്യമാണ്. അത് വളരെ നല്ല ഒരു ആംഗിളാണ്. പദ്ധതികൾ ഒരുപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനെല്ലാം കൊടുത്തിരിക്കുന്ന വിഹിതം, ബജറ്റ് വിഹിതം കുറവാണ്, അതിന് പണം കുറവാണ്. അതെങ്ങനെ അതിനെ മറികടക്കും എന്നുള്ളതാണ്. പിന്നെ അകത്തേക്ക് ചെല്ലുമ്പോൾ മനോരമ ഇന്ന് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ അർമാദിച്ചിരിക്കുകയാണ്. അത് അവരെ സെൻട്രൽ സ്പ്രെഡ് ഉൾപ്പെടെ ആശയ ബഹുലം എന്ന് പറഞ്ഞിട്ടാണ് അതിനൊരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകൾക്ക് കിട്ടിയിരിക്കുന്നത് അതാത് മന്ത്രിമാരുടെ ഉഗ്രൻ ഫോട്ടോസ് വെച്ച് അവർ കൊടുത്തിട്ടുണ്ട്. അത് ഇന്നത്തെ എന്തൊക്കെ പറഞ്ഞാലും ലേ ഔട്ടിൻ്റെ കാര്യത്തിലും വാർത്തകളുടെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും മലയാള മനോരമ കൊണ്ടുവരുന്ന ഒരു നൂതന ആശയങ്ങളുണ്ട്. അതിനെ നമ്മളെല്ലാവരും ട്രോളും, പക്ഷേ ട്രോളിയിട്ടൊന്നും ഇത് കാര്യമില്ല, കണ്ട് കൊതിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് സ്വന്തമാക്കി അഭിമാനിക്കണമെങ്കിൽ നമ്മൾ മറ്റു പത്രങ്ങളിൽ ഒരുപാട് കാലം തപസ് ചെയ്യേണ്ടി വരും. വികസന മുദ്ര എന്ന് പറയുന്നു അടുത്ത ഒരു തലക്കെട്ട്. എല്ലാം നല്ല ഗംഭീരമായിട്ട്, അതുപോലെ ബജറ്റിന് എത്ര മാർക്ക് കിട്ടും, അതുപോലെ പെൺ പവർ, ജെൻസി വൈബ് എല്ലാം ഉണ്ട്. എല്ലാത്തെക്കുറിച്ചും വിശദമായിട്ട് പറയുന്നു. ഓരോ വിഷയത്തെക്കുറിച്ച് ഓരോ പേജിലും ഇതിൻ്റെ മാർക്ക് എത്ര കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. വൻ ഹിറ്റ് ആകട്ടെ എന്ന് പറഞ്ഞ് സിനിമാ വ്യവസായത്തെക്കുറിച്ച്, SHOമാരായിട്ട് കൂടുതൽ വനിതകൾ വരുന്നതിനെക്കുറിച്ച്, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എത്ര പേജ് മനോരമ ഇതിന് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് നോക്കാം. ഒരുപാട് പേജുകളുണ്ട്. എനിക്ക് തോന്നുന്നു 1, 2, 3, 4, 6, 10 പേജോളം മനോരമ ഈ ബജറ്റിനായിട്ട് തന്നെ വാർത്ത മാറ്റി വെച്ചിരിക്കും. അത് കൂടാതെ അതാത് ലോക്കൽ പേജുകളിലും മനോരമ അതാത് പ്രദേശങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ബജറ്റുകളുടെ ഒരു ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മനോരമ തന്നെയാണ് ബജറ്റ് റിപ്പോർട്ടിങ്ങിൽ മുൻപൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കേരളാവധി ഒട്ടും മോശമാക്കിയില്ല. കേരളാവധി അവരുടെ ലേ ഔട്ട് ഉണ്ടല്ലോ, മുൻ പേജിലെ ലേ ഔട്ട് അതിമനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബജറ്റ് ബഫേ എന്നാണ് അതിന്റെ പേര്. അവർ തലക്കെട്ട് കൊടുത്തത് ബഡ്ജറ്റ് ബഫേ, ഇംഗ്ലീഷും മലയാളവും കൂടെ കൂട്ടിച്ചേർത്താണ്. അതിൽ VD സതീശനെ വലിയ ഷെഫായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 2 വാർത്ത താഴെയുണ്ട്. അതിന്റെ രസകരമായ കാര്യം ബജറ്റ് ബൈറ്റ്സ് എന്നാണ്. ആദ്യം സ്റ്റാർട്ടർ, അത് കഴിഞ്ഞ് മെയിൻ ഡിഷ്, അത് കഴിഞ്ഞ് സൈഡ് ഡിഷസ്. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് രസകരമായ കിടപിടിക്കുന്നുണ്ട്. മാത്രവുമല്ല, അവർ ഡൽഹിയിൽ ഗുരുദേവ പ്രതിമയ്ക്ക് 1 കോടി, ശിവഗിരി കൺവെൻഷൻ സെന്ററിന് 5 കോടി, ആർ ശങ്കർ സ്മാരകത്തിന് 1 കോടി. കാരണം ഇത് ശിവഗിരി ഇതിന്റെ മഹാസമാധിയുടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ വായനക്കാരെ അകത്തെ പേജിലും നന്നായി പോകുന്നുണ്ട്. കടലോളം പ്രതീക്ഷ എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, സിദ്ധാർത്ഥന്റെ പേരിൽ തുടങ്ങിയ ആ ഒരു പദ്ധതിയുണ്ടല്ലോ, അതിനെ വളരെ നന്നായി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, സിദ്ധാർത്ഥന്റെ അമ്മയുമായിട്ടുള്ള അവരുടെ അഭിമുഖം എടുത്ത് വളരെ മനോഹരമായി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, മാറ്റത്തിൻ്റെ പാതയിൽ നമുക്കൊന്ന് നോക്കേണ്ടത് സാംസ്കാരിക ഉണ്ട്, ഒരുപാട് പേജുകളുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ താല്പര്യമുള്ളൊരു കാര്യം, കേരളാവധി എപ്പോഴും തലസ്ഥാനത്തിൻ്റെ, തിരുവനന്തപുരത്തിൻ്റെ ഒരു പത്രമാണ്. അപ്പോൾ തലസ്ഥാനത്തിന് എന്ത് കിട്ടിയെന്നുള്ളത്, തലസ്ഥാനത്തിന് കരുതൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പേജുണ്ട് തലസ്ഥാന മെട്രോ തെറ്റിച്ചിട്ടില്ല. എപ്പോഴും അവർ ആ തിരുവനന്തപുരത്തെ കുറിച്ച്
ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തുകാർ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, തിരുവനന്തപുരത്തിനെ കുറിച്ച് ഒരു പക്ഷേ ഏറ്റവും കൺസേൺ ആയിട്ടുള്ള പത്രം കേരളം തന്നെയാണ്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് എന്ത് വിഷയം വരുമ്പോഴും വളരെ പ്രാധാന്യം അവരത് കൊടുക്കാറുണ്ട്. ഈ ബജറ്റ് വാർത്തകളിലൊക്കെ തന്നെ അതുപോലെ തലസ്ഥാനത്ത് എന്തൊക്കെയാണ് ലൈറ്റ് മെട്രോ, മീഡിയം മെട്രോ, അതുപോലെ പക്ഷേ അതിൽ തലസ്ഥാനത്തെ അവഗണിച്ചു എന്നുള്ള മുൻ മന്ത്രി GR അനിൽ MLA പ്രസ്ഥാനം കൊടുത്തിട്ടുണ്ട്. എങ്കിലും അത് പ്രാദേശികമായി നമ്മുടെ നാട്ടിൽ ടൂറിസം ഓപ്പറേറ്റർമാർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുടെ അവർ അഭിപ്രായം എടുത്തിട്ടുണ്ട്. എല്ലാവരും പൊതുവെ പറയുന്നത് ഇതൊരു നല്ല ബജറ്റാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ അടുത്ത മാതൃഭൂമിയാണ്. മാതൃഭൂമി ഫ്രണ്ട് പേജില്ല, ഈ പറഞ്ഞ പോലെ തന്നെ 3-ാം പേജിൽ അര പേജ് മാത്രമാണ് ഫ്രണ്ട് പേജിൽ കിട്ടിയിട്ടുള്ളത്. വികസിതമാനം എന്ന് പറയുന്നതാണ് മെയിൻ ഹെഡിങ്. അതിനൊപ്പം തന്നെ അപ്പുറം ഇപ്പുറം എല്ലാം തന്നെ ബുള്ളറ്റും ഒക്കെ ഇട്ടിട്ട് അത് കൃത്യമായിട്ട് ഇതിനകത്തെ പ്രധാന പ്രഖ്യാപനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും അടുത്തത് ദൂരദർശനം എന്ന് പറഞ്ഞ അകത്തേക്ക് ഒരു സംഭവം ഗംഭീരമായിട്ട് കൊടുത്തിരിക്കുന്നു. അതായത് സതീശൻ ഒരു കപ്പലിന്റെ ഇടയ്ക്ക് നിന്ന ഒരു ഇമേജ് കപ്പിത്താനായിട്ട് നിൽക്കുന്നു. യഥാർത്ഥ കപ്പിത്താനാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. അതുപോലെ സമുദ്രം കടക്കാൻ കപ്പൽ മുങ്ങില്ല സാർ, ഇതിന് ക്യാപ്റ്റൻ. അപ്പൊ ഇതിനകത്ത് വിഴിഞ്ഞം സമുദ്രം കടക്കാൻ തലസ്ഥാന വികസനം എന്ന് പറഞ്ഞ് ലോക്കൽ പേജിൽ അവർ നന്നായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നീട് അകത്തെ പേജിലേക്ക് നോക്കുമ്പോൾ ജെൻ സി ലക്ഷ്യം ജനക്ഷേമം, വരുമാനം കടൽ വഴി. ശരിക്കും പറഞ്ഞാല് നമ്മള് ഈ ഓൺലൈൻ മീഡിയക്കാരെ സംബന്ധിച്ച് നമുക്ക് തമ്പിടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട. ഇപ്പം പത്രങ്ങളിൽ തലക്കെട്ട്, പണ്ട് നമുക്കറിയാം തലക്കെട്ട്, പക്ഷെ അന്ന് തലക്കെട്ട് തമാശ ആവാൻ പാടില്ല നിർബന്ധമുണ്ട്. എല്ലാവരും തമാശ വളരെ അപൂർവം വാർത്തകൾ കൊടുക്കാറ്, ബാക്കി എല്ലാം അതീവ ഗൗരവകരമായ രീതിയിൽ തലക്കെട്ട് ഇടാറുള്ളൂ. അതൊക്കെ മാറിയിരിക്കുന്നു ആധുനിക കാലത്ത്. ഇലക്ട്രോണിക് മീഡിയയോടും അല്ലെങ്കിൽ ന്യൂജൻ മീഡിയയോടൊക്കെ തന്നെ മത്സരിക്കണമെങ്കിൽ തലക്കെട്ടിലും കണ്ടന്റിലും ഒക്കെ വരുത്തുന്ന മാറ്റം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെലിവിഷനിലും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിലും കാണുന്ന പോലെ അതിനാണ് ഇപ്പോൾ പേജുകൾ ഇവർ തയ്യാറാക്കുന്നത്. അതെ, അതുപോലെ ഇതിനകത്ത് വീണ്ടും അകത്തേക്ക് ഒരുപാട് പേജുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന VDS കിക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ബ്രാൻഡ് കേരളം വ്യവസായ വിസ്മയം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. എന്താണെങ്കിലും ഇവരും നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയും ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി ഒട്ടും കുറച്ചിട്ടില്ല. മലയാളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പത്രമായ ദീപിക അവർ കരപറ്റാൻ കടൽ വഴിയെന്നാണ്. ഇതിൽ സതീശൻ പായ്ക്കപ്പലിൽ അദ്ദേഹം അത് ഒരു സിമ്പലാണ്, കാരണം കാശില്ല. കരയിലും കടലിലും ആകാശത്തും സ്വപ്നങ്ങളെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് പരസ്യമാണ്. അതൊരു പരസ്യമാണ്. ഞാൻ പെട്ടെന്ന് ഇതൊരു സ്വപ്ന കേരളം എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിലും VD സതീശൻ്റെ തല തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവരെല്ലാവരും അത് ഒരു പോസിറ്റീവായി തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും. അതുപോലെ അവരുടെ എഡിറ്റോറിയലാണെങ്കിലും ഒക്കെ തന്നെ വളരെ നല്ല വാക്കുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദീപികയിലും തലസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് കരുത്തിയാക്കി ബജറ്റ് എന്നുള്ള കാര്യം പ്രത്യേകം ഊന്നിപ്പുണ്ട്. തിരുവനന്തപുരം അറിയില്ല എങ്കിലും ഈ നേരത്തെ വിശാഖം പറഞ്ഞതുപോലെ മനോരമയിൽ ഉള്ളതുപോലെ ഇതും ഓരോ പ്രാദേശികമായുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൊടുത്തു. കാട്ടാക്കടയിലെ കാര്യവും നെടുമങ്ങാട്ടെ കാര്യവും ഒക്കെ തന്നെ അത് പ്രത്യേകം ഓരോ മേഖല തിരിച്ച് അവരത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും അതുപോലെ ഒന്നാണ് മിഷൻ സമുദ്ര. പിന്നെ വാക്പോര്, ഇന്നലത്തെ ഈ ബജറ്റിനെ കുറിച്ചുള്ള പിണറായി വിജയൻ്റെ അഭിപ്രായം അതിന് കുറിക്കൊള്ളുന്ന മറുപടി VD സതീശൻ കൊടുത്തതും അവർ വളരെ മനോഹരമായി തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഈ മംഗളം എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് കമൻറ്റുകൾ കൊണ്ട്. കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ തലക്കെട്ടിലെ ഒരു വ്യത്യസ്തത കൊണ്ടാണ്. അപ്പോൾ ഞാൻ മംഗളത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ടും ഞങ്ങളുടെ ഡെസ്കിലെ തലക്കെട്ടുകളുടെ തമ്പുരാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ശ്രീകുമാർ ചിറക്കടവ് എന്ന് പറയുന്ന ശ്രീകുമാർ, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള ശ്രീകുമാറാണ്. ശ്രീകുമാറിൻ്റെ തലക്കെട്ടുകൾക്ക് എപ്പോഴും ഒരു ചാരുതയുണ്ട്, ഒരു ഭംഗിയുണ്ട്. ശ്രീകുമാർ ആ വിഷയത്തിന് അവസരത്തിന് ഒപ്പിച്ചിടുന്ന തലക്കെട്ടുകളാണ്. മനോരമ പോലും പലപ്പോഴും നോക്കി നിന്ന് കൊതി. മനോരമയുടെ പല സബ് എഡിറ്റേഴ്സും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ തലക്കെട്ടുകളെ വെല്ലാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടോ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ മംഗളത്തിൻ്റെ തലക്കെട്ട് പദ്ധതികളേറെ പണം കമ്മി എന്നിട്ടാണ്. സ്വപ്ന ബജറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനകത്ത് പിന്നെ വള്ളവും വലയും വിമാനവും ഒന്നും വരുന്നില്ല, അതുപോലെ കപ്പലും ഒന്നും വരുന്നില്ല. ഈ പദ്ധതികളേറെ പണം കമ്മി, കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു തലക്കെട്ടാണിത്. സ്വപ്ന ബജറ്റാണ്. കാരണം വളരെ സ്വപ്നങ്ങൾ മാത്രമാണ് ഈ ബജറ്റിലുള്ളത്. അതാണ് ഈ മംഗളം അകത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഉണ്ട് കളർ ബജറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സമസ്ത മേഖലകളെയും ചേർത്ത് നിർത്തി എന്ന് പറഞ്ഞ് ഈ സിനിമാ മേഖലത്തെക്കുറിച്ചാണ്. അതുപോലെ ആരോഗ്യ മിഠായി എന്ന് പറഞ്ഞ് മറ്റൊരു തലക്കെട്ടിൻ്റെ കീഴിൽ
മംഗളവും മനോഹരമായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. മംഗളത്തെ കൊണ്ട് സാധിക്കുന്ന രീതി ഇടുക്കിയാവും. ഇടുക്കിയുടെ തന്നെ പ്രത്യേകം അത് കൊടുത്തിട്ടുണ്ട്. അത് ലോക്കൽ പേജിലേക്ക്, ബാക്കി അതാത് ലോക്കൽ പേജ്, മംഗളത്തിന് ഇപ്പോൾ പേജ് പൊതുവെ കുറവാണ്, അതുകൊണ്ട് ലോക്കൽ പേജുകളിലേക്ക് കൂടുതൽ ഞാൻ ഇനി അടുത്ത് ഒന്ന് വിലയിരുത്താൻ നോക്കുന്നത് മെട്രോ വാർത്തയാണ്. മെട്രോ വാർത്തയിലൊക്കെ നമുക്ക് കിട്ടാറുള്ളത്. ഈ മെട്രോ വാർത്തയിൽ പൊതുവെ കടൽ ആകാശം എന്ന കണക്കിൽ ഞാൻ മെട്രോ വാർത്ത എപ്പോഴും നോക്കാറുള്ള എന്തിനാണെന്നറിയാമോ? അതിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് KB ജയചന്ദ്രൻ അവിടുത്തെ ഫോട്ടോഗ്രാഫർ, ഫോട്ടോ ഉണ്ട്, എന്നും ഉണ്ട് ഒരു പടം, ഗംഭീര ചിത്രമാണ് ഇത്. പുതുയുഗത്തിലേക്ക് വണ്ടി വിട്ടോന്നാണ് അദ്ദേഹം. അതുപോലെ ബാക്കിൽ അദ്ദേഹം വിവിധ ഭാഗങ്ങൾ നവരസങ്ങൾ കൊടുത്തിട്ടുണ്ട്. KB-യുടെ പടങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ AD തോമസ് പിണറായി വിജയന് കൈ കൊടുക്കുന്ന പടങ്ങൾ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും നല്ല ആംഗിളും ക്യാപ്ഷനും ഈ മെട്രോ വാർത്ത രസമുള്ള ഫോട്ടോ ആണ്. അദ്ദേഹം ബജറ്റ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ആ ബാഗ്, ലാപ്ടോപ്പുള്ള ബാഗ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പുതുയുഗത്തിലേക്ക് വണ്ടി വിട്ടോ എന്നാണ്. അതുപോലെ തന്നെയാണ് നേരത്തെ ഇപ്പം പറഞ്ഞതുപോലെ 9 നവരസങ്ങൾ, ശരിക്കും ഒരു 9 ഭാവങ്ങൾ അദ്ദേഹം കാണിക്കുന്നു. പിന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളൊന്നും മെട്രോ വാർത്തയിലില്ല, പേജ് താരതമ്യേന കുറവാണ്. എങ്കിൽ പോലും അവരവരുടെ അകത്തെ പേജിൽ നന്നായി വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങളെന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ അവർ വളരെ ഭംഗിയായി കൊടുത്തിട്ടുണ്ട്. അവർ എഡിറ്റോറിയലും അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ്, സതീശൻ്റെ ആളാണ് എന്ന് പ്രതിപക്ഷം പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, അവരുടെ പത്രമാണ് മാധ്യമം. തീരം തേടി എന്നുള്ള ഒരു തലക്കെട്ടാണ്. മാധ്യമം പതിവ് റിപ്പോർട്ടിങ്ങേ ഉള്ളൂ, വലിയ ശ്രദ്ധിക്കപ്പെടത്തക്ക രീതിയിലുള്ള തലക്കെട്ടുകളോ ലേഔട്ടുകളോ ഒന്നും അതിനകത്ത് കാണാനില്ല. ഉള്ളിലേക്ക് പോകുമ്പോൾ തലയ്ക്ക് മീതെ കടപ്പെരുപ്പം എന്നൊരു സ്റ്റോറിയുണ്ട് അകത്തെ പേജുകളിൽ. കടലോളം പ്രതീക്ഷ, സ്വപ്ന തീരം, മിഷൻ സമുദ്ര കേരളത്തെ തുറമുഖ നഗരമാക്കും. അത്യാവശ്യം സെൻട്രൽ സ്പ്രെഡൊക്കെ അവർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അകത്തും ഒരു പേജിലൂടെ ഒരു വാർത്തകൾ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിൽ സുപ്രഭാതമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. സുപ്രഭാതവും വളരെ രസകരമാണ്. സമസ്തയുടെ പത്രമല്ലേ? അതെ. കടലോളം വിസ്മയം എന്നാണ്. അതിൽ വി.ഡി. സതീശൻ കടലിനടിയിലേക്ക് മറ്റേ മാസ്ക് ഒക്കെ വെച്ച് ഊളിയിട്ട് പോകുന്നതായിട്ടാണ്. നല്ല ലേഔട്ടുണ്ട്. നല്ല ലേഔട്ടാണ് അത്. അവിടുത്തെ ഈ മുത്തും പവിഴമൊക്കെ വരാൻ നമ്മൾ താഴോട്ട് പോകും നമ്മുടെ സങ്കല്പം ഉണ്ടല്ലോ. അതിലെ കടലിൻ്റെ വിഴിഞ്ഞം തുറമുഖങ്ങൾ, ഇതെല്ലാം ഈ നിധിപേടകങ്ങൾ വെച്ചെല്ലാം ഓരോ തുറമുഖങ്ങളാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു മനോഹാരിത നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഉൾപേജുകളിലൊക്കെ തന്നെ കടൽ കടന്ന് കരകയറാൻ എല്ലാം അങ്ങനെ തന്നെയാണ്. മാത്രമല്ല പ്രതിപക്ഷ പിണറായി വിജയൻ്റെ ഭാവി കാലത്തിന് പദ്ധതി ഇല്ല എന്നുള്ള കാര്യം അവർ മുൻപേ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ചെയ്യുന്നോട് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇതാണ് മലബാർ എന്നിട്ടൊക്കെയാണ് അത്. ഇത് സുപ്രഭാതം മലബാറിൽ ഇറങ്ങുന്ന അതാണല്ലോ ആസ്ഥാനം. മലബാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തലസ്ഥാനത്തിന് എന്ത് കിട്ടുമെന്ന് നോക്കിയതല്ല, മലബാറിന് എന്ത് തരും, മലബാറാണല്ലോ പ്രധാനം. ഏതായാലും സുപ്രഭാതം വളരെ നന്നായി തന്നെ അത് ലേഔട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ഏതായാലും ഇനിയും നമ്മളേവരും കാത്തിരുന്ന ഒരു പത്രം എന്താവും? ദേശാഭിമാനി എഴുതുക, ജന്മഭൂമി എഴുതുക എന്നുള്ളത്. ഇത് 2 പത്രങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ജന്മഭൂമി എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഹെഡിങ്ങുകളിൽ ഏറ്റവും ഗംഭീര ഹെഡിങ് ദേശാഭിമാനിയുടെ. കാരണം അവരുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ തൂക്കി വിൽപ്പന, താഴെ പൂക്കി വിൽപ്പന എന്നുള്ള നല്ല മനോഹരമായിട്ടുള്ള ഹെഡിങ് ആണ് ഉള്ള. നമ്മളെപ്പോഴും ദേശാഭിമാനിയെയും CPM-നെയും പിണറായി വിജയനെയൊക്കെ കുറ്റം പറയുമെങ്കിലും ഇവരുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ക്ഷേമം പുറത്ത്, ലക്ഷ്യം സ്വകാര്യം, എല്ലാം തൂക്കി വിറ്റു, കടലും മണലും മണ്ണും കടും വെട്ട് എന്നുള്ളതാണ്. അതുപോലെ 2ാം ഭൂപരിഷ്കരണം ആശങ്കാജനകമാണ് അത് CPM-ന്. അതാണ് അവരുടെ ഒരു പ്രധാന വാർത്ത. പിന്നെ പിണറായി വിജയൻ്റെ പ്രതികരണവും ഉണ്ട്. അകത്തേക്ക് ചെല്ലുമ്പോൾ കൺകെട്ട് കച്ചവടം എന്നുള്ളതാണ്. എന്തൊക്കെ നെഗറ്റീവ് ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഇത് വേണം. ഇത് വേറൊരു ഹെഡിങ് ഉണ്ട്, ലൈഫിന് മരണമണി. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ്സ് എല്ലാം ദേശാഭിമാനി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ദേശാഭിമാനി എന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ഇവരുടെ തലക്കെട്ട് എന്തായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ദുർബലമായ പ്രതികരണങ്ങൾ മാത്രമാണ് ഇവരുടെ ഭാഗത്തുനിന്ന്. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു പേജിൽ മാത്രം ബജറ്റിൽ എഴുതി, സംസ്ഥാന ബജറ്റിൽ തലസ്ഥാനത്തിന് ഷൂ അത്രയും ഉണ്ട്, ഒപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ അത്യാവശ്യം ഇത് ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഹെഡിങ് ആണ് ഈ തൂക്കി വിൽപ്പന എന്നത്. ജന്മഭൂമിക്കകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വിസ്മയങ്ങളൊന്നുമില്ല. വിസ്മയങ്ങളുടെ ആളാണ് സതീശൻ, അതുകൊണ്ട് വിസ്മയങ്ങളൊന്നുമില്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരും ദേശാഭിമാനിയൊക്കെ പ്രതിപക്ഷമാണ്. പിന്നെ അകത്ത് അവർ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. അധികം ഒരു സ്റ്റോറി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ
എനിക്ക് തോന്നുന്നു ഒരു 1/4 പേജ് സ്റ്റോറി മാത്രമാണ് ബജറ്റ് സംബന്ധിച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് മൊത്തം പേജിൽ എണ്ണം കുറവാണ് നമ്മുടെ ജന്മഭൂമിയിൽ. ജന്മഭൂമിക്ക് 12 പേജുണ്ട്, ആ. അത്രയേ ഉള്ളൂ. ഇത്രയുമാണ് ഇത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പത്രങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മൾ പത്രങ്ങൾ വിലയിരുത്തുമ്പോൾ പത്രങ്ങളെല്ലാം ആഘോഷമാക്കിയിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് മികച്ചു നിൽക്കുന്നത് മനോരമയും കേരളകൗമുദിയും ദീപികയും മാതൃഭൂമിയും സുപ്രഭാതവും ഒക്കെയാണ്. എന്താണെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ച ഒരു ബജറ്റാണ്. കാരണം 10 വർഷത്തെ ദുർഭരണത്തിന് ശേഷം വന്ന ഒരു സൽഭരണത്തിലേക്ക് നമ്മൾ നയിക്കുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് എന്ന് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയേണ്ടി. നമ്മുടെ മാധ്യമങ്ങളെല്ലാം അതിന് അർഹമായ പ്രാധാന്യം തന്നെ കൊടുത്തിട്ടുമുണ്ട്. എന്താണെങ്കിലും ബജറ്റ് റിപ്പോർട്ടിംഗ് മനോഹരമാക്കി എല്ലാ മാധ്യമങ്ങളും ചെയ്തു.